ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാം ഒന്നിച്ച് ഇസ്രായേലിനെതിരെ രംഗത്തെത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ഇവർ നടത്തുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ അങ്ങനെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയാൽ പിന്നെ സൗദി അറേബ്യ അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ നിന്ന് കത്തുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണേണ്ടി വരുന്നത്. ഇത്ര നാളും മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് എണ്ണ ഊറ്റിയെടുത്ത് അതുകൊണ്ടുണ്ടാക്കിയ വലിയ വലിയ കെട്ടിടങ്ങൾ ഒരു നിമിഷം കൊണ്ട് ചാരമാകുന്നത് കാണാൻ ഒരു രാജ്യവും ആഗ്രഹിക്കില്ല. പ്രത്യേകിച്ച് UAE അടക്കമുള്ള രാജ്യങ്ങൾ. UAE എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ നഗരങ്ങളുള്ള രാജ്യമാണ്. ദുബായ്, അബുദാബിയൊക്കെ ഉള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഇസ്രായേലിനാണെങ്കിൽ യാതൊരുവിധ ബോധവുമില്ല. അവർ ജനങ്ങൾക്കിടയിൽ തന്നെ ബോംബിടാൻ യാതൊരുവിധ മടിയുമില്ലാത്ത ടീമുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിന് അതുണ്ടാകാൻ സാധ്യത കുറവാണ് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ ഖത്തറിനെതിരായിട്ടുള്ള ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പഴയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് ബുധനാഴ്ച ദോഹയിലെത്തി എന്ന് അറിയാൻ സാധിക്കുന്നു. അവിടെ അദ്ദേഹം ഖത്തർ ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പ്രവർത്തനത്തിൽ നഹ്യാൻ മുമ്പ് അതൃപ്തി പ്രകടിപ്പിക്കുകയും വെസ്റ്റ് ബാങ്കിനെ വിഭജിക്കാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതിയെ എതിർക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഖത്തർ ഇതുവരെ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല എന്നത് നമ്മളിവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക ബന്ധങ്ങൾ, അതായത് ഖത്തറും ഇസ്രായേലും തമ്മിൽ ഔദ്യോഗിക ബന്ധങ്ങളൊന്നുമില്ല. ഖത്തർ സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ എതിർചേരിയിൽ നിൽക്കുന്ന തീവ്രവാദികളുടെ കൂടെയാണ് എപ്പോഴും ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹമാസിന് അവിടെ ആസ്ഥാനമുണ്ട്, ഹമാസിന് ഇവർ ഫണ്ട് ചെയ്യുന്നുണ്ട്, ഹമാസിൻ്റെ നേതാക്കൾക്ക് ഇവർ ബംഗ്ലാവുകളും മറ്റായുധങ്ങളും കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇസ്രായേലിൻ്റെ വാദം. ഇസ്രായേലിൻ്റെ ഈ ആക്രമണം കാരണം ഇസ്രായേലിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഖത്തർ ഇപ്പോഴും ആലോചിക്കുകയാണ്. തിരിച്ച് ആയുധം വെച്ചാണ് അടിക്കുന്നതെങ്കിൽ ഖത്തർ പിന്നൊരു ഓർമ്മയായി മാറും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തി വലിയ രീതിയിൽ ഇസ്രായേലിനെ ഒരു യുദ്ധ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കാൻ സാധിച്ചാൽ ഖത്തർ വിജയിച്ചു. പക്ഷേ അങ്ങനെ സാധിക്കാൻ കഴിയുമോ എന്നറിയില്ല. കാരണം അമേരിക്കയാണ് ഇസ്രായേലിൻ്റെ പിറകിലുള്ളത്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥൻ്റെ പങ്കുവഹിക്കുന്ന ഖത്തറിനെതിരായിട്ടുള്ള ഈ ആക്രമണത്തിൽ ലോകം അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി ബുധനാഴ്ച ശക്തമായി അപലപിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രാദേശിക സ്ഥിരതയെ അപകടത്തിലാക്കുന്നു എന്നാണ് പറയുന്നത്. വെടിനിർത്തലോ ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനത്തിലുള്ള പ്രതീക്ഷകൾ നശിപ്പിക്കപ്പെട്ടു എന്നും ഇദ്ദേഹം ഇപ്പോൾ ആരോപിക്കുകയാണ്. ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളെ രാഷ്ട്രഭീകരത എന്നാണ് ഇയാൾ വിശേഷിപ്പിച്ചത്. ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ ഖത്തർ നടത്തുന്ന ദുർബലമായിട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങളെ ആക്രമണം തകർത്തു എന്ന മുന്നറിയിപ്പും ഇപ്പോൾ തമാനി നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനെതിരായിട്ടുള്ള ഉപരോധങ്ങളാണ് ഇനി ഖത്തറിൻ്റെ മുമ്പിലുള്ളത്. ഈ ഉപരോധങ്ങൾ ചർച്ച ചെയ്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് നിന്ന് കൂടിയാലോചിക്കുന്നത്. ഗാസ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെൻ ലൈൻ ഇസ്രായേലിന് മേൽ ഉപരോധം ഏർപ്പെടുത്താനും വ്യാപാരം ഭാഗികമായി നിർത്താനുമുള്ള ആഗ്രഹം ഇപ്പോൾ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഈ വിഷയത്തിൽ ഭിന്നതയുണ്ട്. ഇസ്രായേലിനെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് ഭൂരിപക്ഷം എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഇതുവരെ ആർക്കും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.